നമ്മുടെ വീട്ടിൻ്റെ മുറ്റത്തൊക്കെ ഇതുപോലെ പുല്ല് ഇഷ്ടം പോലെ വളർന്നിട്ടുണ്ടാവും. നമുക്ക് പുല്ല് പറിച്ച് പറിച്ച് നമ്മൾ മടുത്ത് പോയെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ പുല്ലിനെ ഉണക്കിയെടുക്കാനുള്ള ഒരു ടിപ്പാണ് കേട്ടോ. ഒരു യൂസ് ചെയ്യാത്തൊരു പഴയ ബക്കറ്റ് എടുത്തിട്ട് അതിലേക്ക് നമ്മൾ ബ്ലീച്ചിങ് പൗഡർ ഒരു പാക്കറ്റ് ബ്ലീച്ചിങ് പൗഡർ ഈ ഒരു ബക്കറ്റിലേക്ക് കൊട്ടിക്കൊടുത്തിട്ട് ഈ ഒരു ബക്കറ്റിൽ ശരിക്കും ഒരു ബക്കറ്റോളം തന്നെ നമ്മൾ വെള്ളം എടുക്കുക കേട്ടോ. നന്നായി എന്നിട്ട് ഈ ഒരു യൂസ് ചെയ്യാത്തൊരു മഗ് കൊണ്ടാണ് ഞാൻ ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മാക്സിമം കയ്യിലൊക്കെ തട്ടിക്കഴിഞ്ഞാൽ അലർജി ഉള്ളവർക്കൊക്കെ ഈ ബ്ലീച്ചിങ് പൗഡർ തട്ടുമ്പോൾ ഭയങ്കര പ്രശ്നം വരും കേട്ടോ. അപ്പോൾ അത് മിക്സ് ആക്കിയിട്ട് ഇതുപോലെ ഒരു കുപ്പിയിൽ ഇതുപോലെ ഹോളാക്കി കൊടുത്തിട്ട് എടുക്കണമെങ്കിൽ എടുക്കുക, അല്ലെങ്കിൽ ഡയറക്റ്റായിട്ട് ഒഴിക്കണമെങ്കിൽ ഒഴിക്കുക. എന്നിട്ട് ഞാൻ ഈ പുല്ലിൻ്റെ വന്നിട്ടുള്ള ഒരു വശം മാത്രം ഞാനൊന്ന് ആദ്യം ആക്കി നോക്കുകയാണ് കേട്ടോ. ഒരു മണിക്കൂർ 2 മണിക്കൂർ കഴിയുമ്പോഴേക്കും തന്നെ ആ ഒരു ഭാഗത്ത് നമ്മൾ ഈ ഒരു ബ്ലീച്ചിങ് പൗഡറിൻ്റെ വെള്ളം ആക്കിയിട്ടുള്ള അവിടെ നല്ല രീതിയിൽ നമുക്ക് ഉണങ്ങി കിട്ടും. നമുക്ക് ബ്ലീച്ചിങ് പൗഡർ മാത്രം ഇട്ടാൽ മതി. ചിലർ സോപ്പ് പൊടി, ഉപ്പ്, വിനാഗിരിയൊക്കെ ഒഴിക്കും. നമ്മൾ ബ്ലീച്ചിങ് പൗഡർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ ഒന്നും തന്നെ ചേർക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു ബ്ലീച്ചിങ് പൗഡർ മാത്രമേ നമുക്ക് വേണ്ടുള്ളൂ. പെട്ടെന്ന് തന്നെ അതുപോലെ നമുക്ക് ഉണങ്ങി കിട്ടുകയും ചെയ്യും. നമുക്ക് അങ്ങനെ കുപ്പിയിലാക്കിയിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാതെ ഇങ്ങനെ നേരിട്ട് വെള്ളം ഒഴിച്ചിട്ട് അങ്ങനെ ആക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ആക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതിന്ന് കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ. ശരിക്കും പറയണമെങ്കിൽ ഒരു 2-3 കപ്പ് വെള്ളം മാത്രമേ ഞാൻ ആ ഒരു ഭാഗത്ത് ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ കേട്ടോ. ഇപ്പോൾ കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ നമ്മൾ ഒഴിച്ച പോർഷൻ ഒരു 2 മണിക്കൂർ ആകുമ്പോഴേക്കും കരിഞ്ഞു.